നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. ദല്ലാൽ നന്ദകുമാറിനെ കേരള മുഖ്യമന്ത്രിയാക്കണം. ദല്ലാളിൻ്റെ വായ്മൊഴികൾ വിറയ്ക്കുന്നത് എല്ലാ പാർട്ടി നേതാക്കളും. പറ്റുമെങ്കിൽ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി പദം രാജിവെച്ച ശേഷം ദല്ലാൽ നന്ദകുമാറിനെ ആ പദവിയിൽ ഇരുത്തണം. നന്ദകുമാർ മാത്രമല്ല, പല നേതാക്കളും പരസ്പരം പറയുന്നത് കേൾക്കുമ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച നേതാവും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും നേതാവായ ദല്ലാൽ നന്ദകുമാറിനെ പോലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള മറ്റാരുമില്ല. ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയും നേതൃനിരയിലെത്തിയ മഹാരഥന്മാരായ നിരവധി പേർ കേരളത്തിലെ മുഖ്യമന്ത്രിയായും മന്ത്രിമാരുമൊക്കെയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള പിറവിക്ക് ശേഷം ഏതായാലും രാഷ്ട്രീയമൊന്നും പ്രവർത്തിക്കാതെ തന്നെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി ഒരു ഭൂലോക തട്ടിപ്പ് വീരൻ രംഗത്ത് വരുന്നതും ആ മനുഷ്യൻ നാവനക്കി തുടങ്ങുമ്പോൾ പല നേതാക്കന്മാരും ഇരിക്കുന്ന ഇടത്തിരുന്ന് വിയർക്കുന്നതും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJP നേതാവിന് CPM ചേരണമെങ്കിൽ ദല്ലാൽ നന്ദകുമാർ വേണം. CPM നേതാവിന് BJP ചേരാനും നന്ദകുമാറിനെ തന്നെ ആശ്രയിക്കണം. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ലാവിൻ അഴിമതി കേസിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനും വേണം ദല്ലാൽ നന്ദകുമാർ. പറഞ്ഞു കേൾക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരിൽ ചിലരെല്ലാം നന്ദകുമാറിൻ്റെ അടുപ്പക്കാരാണ് എന്നാണ്. ഇവരുടെ സ്പോൺസർഷിപ്പിൽ ആണ് രാജ്യം മുഴുവൻ നടന്ന് ദല്ലാൽ നന്ദകുമാർ ഈ അഭ്യാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നന്ദകുമാറിന് ലക്ഷങ്ങളും കോടികളും സ്വന്തമായി ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ തട്ടിപ്പുകളും തരികിട പണികളുമൊക്കെ ഉണ്ട്. മുൻപ് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ കൊച്ചി നഗരത്തിലെ വായി നോക്കി നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ നന്ദകുമാർ. പരാതികൾ എഴുതി ആൾക്കാർക്ക് കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ചില്ലറ കാശ് കൊണ്ട് ചായയും നാരങ്ങ വെള്ളവും കുടിച്ച് വിശപ്പടക്കി നടന്നിരുന്ന നന്ദകുമാറിനെ പിന്നെ കുറച്ചു കാലം കൊച്ചിയിൽ ആരും കണ്ടിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അതിസമ്പന്നൻ്റെ പുറംമോടിയുമായി അവതരിച്ച നന്ദകുമാറിനെയാണ് കൊച്ചിക്കാർ കണ്ടത്. വൈകാതെ തന്നെ വീടിനടുത്തുള്ള അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഒട്ടും കുറവില്ലാത്ത പണം വാരി എറിഞ്ഞപ്പോൾ നന്ദകുമാർ മാന്യനായ അമ്പലവാസിയുമായി മാറി. കൊച്ചിയിലെ പല പ്രമാണിമാരും അങ്ങനെ നന്ദകുമാറിൻ്റെ അടുപ്പക്കാരാവുകയും ചെയ്തു. എന്തും ആകട്ടെ, ഇപ്പോൾ പുറത്തു വരുന്ന പല കഥകളിലും നന്ദകുമാറാണ് വില്ലനും നായകനുമെല്ലാം. നമ്മൾ വളരെ ഉയരത്തിൽ കാണുന്നവരായി വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പലരും സ്വന്തം കൊള്ളരുതായ്മയുടെ പേരിലാണോ എന്നറിയില്ല ഈ നന്ദകുമാറിനെ പോലെയുള്ള തരികിട പാർട്ടികളുടെ ആശ്രയത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും തരം താഴാമോ എന്ന ചോദ്യമാണ് പൊതുജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിൻ്റെ പ്രസ്താവനകൾ എല്ലാം അതേപടി വിശ്വസിക്കണമെന്ന് ഇല്ല. എന്നാൽ നന്ദകുമാർ പറയുന്ന കഥാപാത്രങ്ങളായ നേതാക്കന്മാർ പാർട്ടി മാറ്റത്തിനും മറ്റ് കാര്യങ്ങൾക്കും നന്ദകുമാറിൻ്റെ സഹായം തേടി എന്ന് വെളിപ്പെടുത്തിയപ്പോൾ സത്യസന്ധമായി അതിനെ തള്ളിപ്പറയാൻ ഒരു നേതാവിനും കഴിഞ്ഞിട്ടില്ല എന്നത് നന്ദകുമാറിനെയാണ് ഉയരത്തിലേക്ക് കയറ്റിയിരുത്തുന്നത്. കേരളത്തിലെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവ് എന്ന പദവിയിൽ ജനം കണ്ടിരുന്ന ആളാണ് ജയരാജൻ. ആ ജയരാജൻ BJP എന്ന പാർട്ടിയിൽ ചേരുന്നതിന് നന്ദകുമാറിനെ ആശ്രയിച്ചു എന്നത് മുഴുവനായും തള്ളിക്കളയേണ്ട കാര്യമല്ല. BJPയുടെ കേന്ദ്ര നേതാക്കളിൽ ഒരാളായ ജാവേക്കറെ ജയരാജൻ്റെ മുന്നിൽ എത്തിച്ചത് നന്ദകുമാറാണ് എന്ന് ജയരാജനും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ CPM ചേരാൻ നന്ദകുമാറിനെ കണ്ടു എന്ന കാര്യവും ആരും മുഴുവനായി തള്ളിക്കളയുന്നുമില്ല. രാഷ്ട്രീയ കാര്യത്തിൽ പാർട്ടി മാറലും കാലുമാറ്റവുമൊക്കെ പറയുമ്പോൾ കേരളീയരായ നമ്മൾ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ നോക്കിയാണ് ആക്ഷേപത്തോടെ സംസാരിക്കാറുള്ളത്. അവിടെയൊക്കെ ഏത് കാലത്തും ആയറാം ഗായറാം രാഷ്ട്രീയ ശൈലിക്കാരുടെ താവളമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും
കേട്ടുകൊണ്ടിരിക്കുന്നതും പുതിയ തരത്തിലുള്ള കഥകളാണ്. കേരളത്തിൽ പണ്ടുകാലം മുതലൊക്കെ പാർട്ടി മാറലും മറ്റുമുണ്ട്. എന്നാൽ ഒരു നേതാവിന് മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ദല്ലാളുമാരുടെ രഹസ്യ കൂട്ട് ഉണ്ടാക്കുന്നത് പുതിയ അനുഭവം തന്നെയാണ്. വിദ്യാഭ്യാസവും വിവരവും അനുഭവജ്ഞാനവും ഒക്കെയുള്ള ആൾക്കാരാണ് രാഷ്ട്രീയ നേതാക്കൾ എന്ന ഒരു ധാരണ പൊതുവെ നമുക്കുണ്ട്. അടുത്ത കാലത്തായി കേട്ടുകൊണ്ടിരിക്കുന്ന പല തട്ടിപ്പ് കഥകളും അറിയുമ്പോൾ ഈ നേതാക്കന്മാർ നഴ്സറി സ്കൂളിലെ കുട്ടികളെക്കാൾ വിവരം കെട്ടവരാണ് എന്ന് തോന്നിപ്പോകും. പുരാവസ്തു തട്ടിപ്പുമായി കോടികൾ സമ്പാദിച്ച മോൺസൺ എന്ന പ്രമാണിയുടെ വീട്ടിലും മറ്റും കയറിയിറങ്ങി നടന്നത് മുതിർന്ന നേതാക്കന്മാർ മാത്രമല്ല, പോലീസ് DGP വരെ ഉണ്ടായിരുന്നു എന്ന വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. മടിയിൽ കുറച്ച് പണമുണ്ടെങ്കിൽ വീട്ടിലെത്തുന്ന ഏത് തസ്കര വീരനെയും വിളമ്പി വെച്ച് സൽക്കരിക്കാൻ വലിയ വലിയ ആൾക്കാർ ഒരു മടിയും കാണിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. ഏതായാലും ദല്ലാൽ നന്ദകുമാർ കേരളത്തിലെ ഒരുമാതിരി മുതിർന്ന എല്ലാ നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. നന്ദകുമാർ നാളെ ആരെപ്പറ്റിയാണ് ബോംബ് പൊട്ടിക്കുക എന്നോർത്ത് വിറച്ചു കിടക്കുകയാണ് പല നേതാക്കളും. ഒരു വട്ടപൂജ്യക്കാരനായ നന്ദകുമാർ വിചാരിച്ചാൽ കേരളത്തിൻ്റെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയെ വരെ ഒപ്പം നിർത്താം എന്ന സ്ഥിതി വരുന്നത് പ്രബുദ്ധ കേരളത്തിൻ്റെ നാണം കെട്ട അവസ്ഥയാണ് എന്ന് പറയുന്നതിൽ ആരും പരിഭവിക്കരുത്. ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ പുറത്തു പറഞ്ഞ പേരുകളിൽ CPM-ലെയും BJP-യിലെയും നേതാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി പുറത്തു വരാനുള്ളത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരുടെ പട്ടികകളായിരിക്കാം. തിരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകമായ വോട്ടെടുപ്പ് കഴിയുകയും ഒരു മാസത്തോളം ഫലം പുറത്തു വരുന്നതിന് ഇടവേള ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പണിയുമില്ലാത്ത ഈ ഒരു മാസക്കാലം രാഷ്ട്രീയക്കാർക്കും പൊതുജനത്തിനും ഒരു പണിയായി നമ്മുടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ കഥകൾ മാറട്ടെ എന്ന് പൊതുജനങ്ങളായ നമുക്ക് ആശിക്കാം. നന്ദി.